കേരളത്തിന് നമ്മുടെ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ മാതൃകാ ചിഹ്നങ്ങളായി കാണിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മുൻനിരയിൽ തന്നെയാണ് നമ്മുടെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. ഒരുപക്ഷെ വിദേശികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അത്രയും പ്രബുദ്ധമായ ഒരു സിനിമാ സംസ്കാരമാണ് മലയാളത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഈ ഒരു ചലച്ചിത്രോത്സവത്തിന്റെ സമയത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന പോലെ വിദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് സിനിമാ പ്രണയികൾ ഒഴുകിയെത്തുന്നതും രാപ്പകലില്ലാതെ സിനിമയിൽ മുഴുകുന്നതും ഒക്കെ ഇവിടുത്തെ സൗഹൃദങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ഒരുപക്ഷെ ആർക്കും പകരം വെക്കാനാവാത്ത രീതിയിലുള്ളതാണെന്നുള്ളതിൻ്റെ തെളിവാണ് എല്ലാ വർഷവും വർദ്ധിച്ചു വരുന്ന ഒരു പങ്കാളിത്തം നമുക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും കൂടുതൽ വനിതാ സംവിധായകമാരുടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു മേളയായി ഈ വർഷത്തെ മേള. അതിൽ നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായി വിധു വിൻസെന്റിന്റെ ഒരു മലയാള സിനിമയും പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഈ മേള ഏറ്റവും വലിയൊരു വിജയമായി തീരാനും ഇത് ഇവിടെ വരുന്ന സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായി ഇത് മാറട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ചലച്ചിത്ര കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിലും ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ മെമ്പർ എന്നുള്ള നിലയിലും ഏറെ അഭിമാനത്തോടെ ഈ മേളയ്ക്ക് എൻ്റെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു.